അതായത് ഗണേഷ് കുമാർ ക്ഷമാപണം നടത്തി ഭാര്യയോട്. അപ്പൊ അങ്ങനെ ആ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. അവര് തമ്മിലെ കാര്യങ്ങൾ തീരുന്നതിന് നമ്മളാരും എതിരല്ലല്ലോ. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയ മാധ്യമങ്ങളിലൂടെ ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കിയത് അവര് കാണാൻ പാടില്ലാത്ത സംഭവങ്ങൾ നേരിട്ട് കണ്ടു. നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ ഗണേഷ് കുമാറിന്റെ വീട്ടിൽ മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് കണ്ടു എന്ന് അവര് തന്നെ പറഞ്ഞതാണ്. ഗണേഷ് കുമാർ പറഞ്ഞത് അത് പ്രണയമായിരുന്നു എന്നാണ്. പ്രണയം അങ്ങനെ കാണാൻ പാടില്ലാത്ത തരത്തിലാണെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത്. മന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം പ്രവൃത്തികൾ ചേർന്നതാണോ? ധാർമ്മികതയെക്കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഈ കാര്യത്തിൽ നിലപാട് എന്താണ്? തനിക്ക് ആ വീട്ടിൽ നിന്നുണ്ടായ മോശമായ പെരുമാറ്റത്തെക്കുറിച്ചും ആ സ്ത്രീയാണ് ഇന്നലെ പറഞ്ഞത്, ലോകത്തോട് പറഞ്ഞത്, മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞത്, സത്യസന്ധമായിട്ട് പറഞ്ഞത്. പോലീസിനെ വിളിച്ചത് അവരാണ്. മുഖ്യമന്ത്രിയുടെ മകളെയും മുൻ DGPയെയും അവരുടെ ബന്ധു കൂടിയായ DGPയെയും വിളിച്ചത് സഹായം തേടിയത് അവരാണ്. പോലീസ് അവിടെ എന്തിനെത്തി? ഇങ്ങനെയൊരു സംഭവമില്ലായിരുന്നെങ്കിൽ മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ പോയ പോലീസ് അല്ലല്ലോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഗവൺമെന്റും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും അവരൊക്കെ മറുപടി പറയട്ടെ. അവരുടെ കാഴ്ചപ്പാട് എന്താണ്, നിലപാടെന്താണെന്ന് അവർ വിശദീകരിക്കട്ടെ. ഇതങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല. ഇത് ജനങ്ങൾ മനസ്സിലാക്കിയ വിഷയമാണ്. ഇത്തരം കാര്യങ്ങളിൽ സെറ്റിൽമെന്റ് ആണോ CPM-ഉം കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഗ്രഹിക്കുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.